ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പീരീഡിലെ നമ്മളെ സിംറ്റംസും അതേപോലെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഏർലി പ്രഗ്നൻസിയിൽ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസും എന്തൊക്കെ ആയിരിക്കും, അത് തമ്മിൽ ചേഞ്ചസ് എന്തായിരിക്കും. എപ്പോഴും നമുക്കൊരു ഡൗട്ടല്ല, പ്രത്യേകിച്ച് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പീരീഡാണ് ആവാൻ പോകുന്നത് അല്ല പ്രഗ്നൻ്റ് ആണോ എന്ന് എപ്പോഴും ഒരു ടെൻഷനായിരിക്കും. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യമാട്ടോ. അപ്പോൾ അത് തമ്മിലുള്ള ചേഞ്ചസ് എന്തായിരിക്കും, നമുക്ക് അതിൽ നിന്നും എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യമായിട്ടോ ഇതിൽ പറയാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സ് ആണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ എൻഡിൽ ഞാൻ പറയുന്നുണ്ട് ഇത് തമ്മിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം 2 പ്രഗ്നൻസിൽ ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. മസ്റ്റായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അബ്ഡോമൽ ക്രംസ് ഉണ്ടാവും. നമുക്ക് വയറിന് ഒരു വേദന ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടാവും ഫസ്റ്റ് തന്നെ. നമ്മൾക്ക് പീരീഡിൻ്റെ സമയത്താണെങ്കിൽ പീരീഡ് ആവുന്നതിന് മുമ്പേ നമുക്ക് ഒരു വയറിലൊരു വേദന ഫീൽ ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു ഡേറ്റ് അടുപ്പിച്ചാവുന്ന സമയത്ത് നമുക്കൊരു എന്തോ സംഭവിക്കാൻ പോവുകയാണ്, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ എല്ലാവർക്കും പീരീഡിന് മുമ്പായിട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പം എനിക്ക് ആ ഒരു വേദന പോലെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് പീരീഡിന് മുമ്പേ ആണെങ്കിൽ. പ്രഗ്നൻസിക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ 2 പ്രഗ്നൻസിയിലാണെങ്കിലും എനിക്കൊരു ലൈറ്റായിട്ടൊരു പെയിൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ലൈറ്റ് ആ ഒരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പീരീഡിന് മുമ്പായിട്ട് നമുക്കൊരു എന്തോ പൊട്ടിപ്പോവാൻ പോണ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രഗ്നൻസിന് മുമ്പ് ഉണ്ടാകുന്ന ആ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു പെയിനാണ്. എന്തോ സംഭവം അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിലുള്ളവർക്ക് നമുക്ക് പേടിയും കൂടിയായിരിക്കും ആ സമയത്ത്. ഒരു പീരീഡ് ആവാൻ പോവാണോ എന്നുള്ളതായിരിക്കും. പക്ഷെ ആ ഒരു വേദനയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ട്. പീരീഡിന് നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പെയിൻ ആണെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഏർലി ആയിട്ട് നമുക്ക് വരുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പെയിനാണ്. നമുക്ക് ഒട്ടും ഭയങ്കര പൊട്ടിപ്പോണ പോലത്തെ ഒരു സംഭവം അല്ല ഉണ്ടാവുക. ഒരു പെയിൻ, ആ പെയിനിലൊരു ചേഞ്ചസ് ഉണ്ട്. പക്ഷെ അത് നമുക്കൊരിക്കലും ഒരു പ്രഗ്നൻസി വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും, അന്നുണ്ടായിരുന്ന ആ ഒരു പെയിന്റ് ചേഞ്ചസ് എന്താണെന്ന്. അല്ലാതെ പ്രഗ്നൻ്റ് ആണോ എന്ന് വാച്ച് ചെയ്തിരിക്കുന്ന ആൾക്ക് ഈ ഒരു പെയിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം, ഈ 2 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത്, പൊതുവെ നമ്മൾ ഈ പീരീഡ് എന്ന് പറയുന്നതിൻ്റെ എപ്പോഴും ഈ ഒരു സിംറ്റംസ് ഒന്നും നമുക്ക് ഉണ്ടാവാറില്ല എല്ലാ മാസവും അല്ലേ. എൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് എല്ലാ മാസവും എല്ലാ സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. ചില മാസങ്ങളിൽ ഇതുണ്ടെങ്കിൽ പിറ്റത്തെ മാസം വേറെ ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും. എല്ലാ മാസവും പ്രോപ്പറായിട്ട് ഒരേ സിംറ്റംസ് ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല. ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവായിരിക്കാം. പൊതുവെ പറഞ്ഞു വരുന്നത് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് ചില സമയത്ത് ഭയങ്കര കരയാൻ തോന്നും, ചില സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ളൊരു മൂഡ് സ്വിങ്സ് നമുക്ക് നോർമലി ഉണ്ടാവാം. പീരീഡ് ആവുന്നതിന് കുറച്ച് ദിവസം മുമ്പേ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് ചില സമയം ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ വരാറുണ്ടായിരുന്നു. പീരീഡിൻ്റെ ആ ഒരു കുറച്ച് ദിവസം മുമ്പ് എല്ലാ മന്തും ഉണ്ടാകാറില്ല, എപ്പോഴൊക്കെ കൂടുമ്പോഴേ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ സിംറ്റം ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പീരീഡിന് മുമ്പായിട്ടും. അതേപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസിൻ്റെ മുമ്പായിട്ടും ഈ ഒരു ഫീലിങ്സ് നമുക്ക് ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ചില സമയത്ത് ഭയങ്കര സങ്കടവും വിഷമവും. ഇതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഹോർമോണിൻ്റെ ചേഞ്ച് ആട്ടോ. പീരീഡിന് മുമ്പായാലും നമുക്ക് ഹോർമോൺ ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോർമോൺ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. പക്ഷെ പീരീഡിനെക്കാളും എക്സ്ട്രീം ആയിരിക്കും നമ്മൾ ഒരു പ്രഗ്നന്റ് ആകാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു ബേബി അവിടെ ബേർത്ത് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ 2 സമയങ്ങളിലും നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പീരീഡിൻ്റെ എല്ലാ മാസങ്ങളിലും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല, ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ 2 സമയങ്ങളിലും നമുക്ക് മൂഡ് സ്വിങ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഒരു പീരീഡ് ആവുന്നതിൻ്റെ ആണോ അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിൻ്റെ ആണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പീരീഡ് ആവുന്നതിന് മുമ്പേ ഇതിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രഗ്നൻസിൻ്റെ സമയത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടവും വിഷമവും പ്രയാസമൊക്കെ ഓട്ടോമാറ്റിക്കലി വെറുതെ തോന്നുക എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രഗ്നന്റ് ആവാൻ പോകുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു സമയത്ത് എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇമോഷൻസ് 2 പ്രഗ്നൻസിയിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2 സമയത്തും എനിക്ക് സങ്കടം എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ തറവായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം, നമ്മൾ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പീരീഡ് ആവുന്നതാണോ അല്ല ഞാനിത് പ്രഗ്നൻ്റ് ആവാൻ പോകുന്നതാണോ എന്നുള്ളത്. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ ബ്രസ്റ്റ് ചേഞ്ച് ആട്ടോ. ബ്രസ്റ്റിന് ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ പോകുന്നതിന് മുമ്പേ ആയാലും നമുക്ക് പീരീഡ് ആവാൻ പോകുന്നതിന് മുമ്പേ ആണെങ്കിലും 2 സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾക്ക് ബ്രസ്റ്റിനുള്ള ചേഞ്ചസ് എന്നുള്ളത്. നോർമലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ ഒരുപാട് വീഡിയോസിലാണെങ്കിലും ഞാൻ വായിച്ചിട്ടും
കണ്ടിട്ടുമുണ്ട് നമ്മൾ ബ്രസ്റ്റിലുള്ള എല്ലാ ചേഞ്ചസും ഈ രണ്ടിലും ഉണ്ടാവുന്നുള്ളത്. പക്ഷേ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് സംസാരിക്കുന്നതുകൊണ്ട് പറയാണ്, നമുക്ക് പീരീഡ് ആകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ബ്രസ്റ്റിന് എപ്പോഴും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരു കുത്തിപ്പറിപ്പോ ഒരു പെയിനോ ഫീൽ ചെയ്യാറുണ്ട്. അത് എല്ലാ മന്തും ഉണ്ടാവാറില്ല, എപ്പോഴെങ്കിലും ഓരോ അങ്ങനെയുള്ള മന്തുകളിലും മാത്രമായിട്ട് ഉണ്ടാവാറുള്ളൂ. പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഏർലി പ്രഗ്നൻസി സൈനായിട്ട് നമ്മൾക്ക് ബ്രസ്റ്റിന് പെയിൻ തോന്നാം, അതേപോലെ തന്നെ ബ്രസ്റ്റ് നമ്മൾക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യാം, അതേപോലെ തന്നെ ഏരിയോണിന് ചുറ്റും ബ്ലാക്ക് കളർ നല്ല ബ്ലാക്ക് ആവാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് സംസാരിക്കുകയാണ്. ഒരു പക്ഷേ ഇതൊക്കെ ഫീൽ ചെയ്ത ആൾക്കാരുണ്ടാവുമായിരിക്കും. എന്നാലും ഞാൻ പറയും, നമ്മൾക്ക് പ്രഗ്നൻസിൻ്റെ മുമ്പായിട്ടുള്ള ഏർലി സിംറ്റംസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പീരീഡിന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പെയിൻ, ഒരു കുത്തിപ്പറിപ്പ് ഒക്കെ ഫീൽ ചെയ്യാം. അത് നോർമലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഹെവിനെസ്, അതിന് ചുറ്റുള്ള ഏരിയകളിലെ ബ്ലാക്ക് കൂടി കൂടി വരാം, ഇതൊന്നും ആ ഒരു ഏർലി ആയിട്ടുള്ള സൈനായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പ്രഗ്നൻസിയിലും എനിക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞ് ആ ഒരു സമയം തൊട്ടാണ് എനിക്ക് ഹെവി ആയി തുടങ്ങി ബ്രസ്റ്റ്. അതേപോലെ തന്നെ അതിൻ്റെ ഏരിയകളിൽ ചുറ്റും ബ്ലാക്ക് ഡാർക്ക് ആവാൻ തുടങ്ങി. നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ള ഒരു തോല് പോണ പോലെ ഫീൽ ചെയ്യും. ആ നിപ്പിള് നമുക്ക് പുറത്തേക്ക് വന്നു തുടങ്ങും. അതിൻ്റെ മേലെ നിന്നും ഇങ്ങനെ ഒരു പൊടി പോലെ കറുപ്പ് സംഭവമൊക്കെ പോയി അതൊക്കെ സോഫ്റ്റ് ആയി തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നാച്ചുറലി സംഭവിക്കുന്ന കേട്ടോ. സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു തുടങ്ങിയത്. ഡോക്ടേഴ്സ് ആ സമയത്ത് മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയും, അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ബ്രസ്റ്റ് ഹെവിനെസ് ആൻഡ് അതുപോലെ ബ്ലാക്ക് ആയിട്ട് വരിക, ആ കാര്യങ്ങളൊക്കെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് തൊട്ടിട്ട് ഇങ്ങനെ വരുള്ളൂ. ആദ്യം തന്നെ ഏർലി സിംറ്റംസ് ആയിട്ട് എനിക്ക് വന്നിട്ടില്ല, ഇനി വരാം. പക്ഷെ നോർമലി രണ്ടിലും കാണാന്നുള്ളത് പെയിൻ ആട്ടോ. ബ്രസ്റ്റിന് പെയിൻ ഫീൽ ചെയ്യുക ഭയങ്കരമായിട്ട്, ചിലപ്പോൾ ഒരു കല്ല് വെച്ച പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഹെവിനെസ് അല്ല, ഒരു കല്ല് വെച്ച പോലത്തെ ഫീലോ അല്ലെങ്കിൽ നല്ല പെയിൻ അല്ലെങ്കിൽ അടിയിടിയല്ല കുത്തിപ്പറിപ്പ്, ഇത് രണ്ടിലും ഉണ്ടാവും. നമ്മളുടെ പീരീഡിന് മുമ്പായിട്ടും ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ മുമ്പായിട്ട് ഏർലി സിംറ്റംസ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമ്മളെ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നത്. ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പൊതുവെ പറയുന്നുണ്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവാം പ്രഗ്നൻസിയിൽ എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ പീരീഡ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബ്ലീഡിങ് ലൈറ്റായിട്ട് എനിക്കൊക്കെ നോർമലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പീരീഡ് ഡേറ്റിൻ്റെ ഒരു ദിവസം മുമ്പായിട്ടൊക്കെ ഒരു ബ്രൗണിഷ് കളറിൽ നമുക്ക് പാൻറ്റീസിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്കെ പീരീഡ് ആവും എന്നുള്ള ഒരു, എനിക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ബ്ലീഡിങ് ഉണ്ടാവില്ല ചെയ്യുക, അങ്ങനെ കാണിക്കും. എന്നിട്ടാണ് അങ്ങനെയായിരിക്കും നോർമലി എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ. അപ്പം അതിങ്ങനെ കാണും. അതേപോലെ തന്നെ നമ്മുടെ ഏർലി പ്രഗ്നൻസി സിംറ്റംസിനും ആദ്യമായിട്ടും നമ്മൾക്ക് ഒരു സ്പോട്ട് വരാം. അത് ഒരുപാട് വെറ്റായിട്ടല്ല, ലൈറ്റായിട്ട് ഇതേപോലെ ബ്രൗണിഷ് ആയിട്ടുള്ള കളറിൽ കാണാം. അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പ്രഗ്നൻസിയിൽ. അപ്പോൾ ഈ രണ്ടിലും പ്രഗ്നൻസിയിലാണെങ്കിലും നമ്മളുടെ പീരീഡിന് മുമ്പായിട്ടാണെങ്കിലും ഈ ഒരു ബ്ലീഡിങ്ങിൻ്റെ കാര്യം. പക്ഷേ നമ്മുടെ പ്രഗ്നൻസി സമയത്ത് നോർമലി നമ്മുടെ പീരീഡ് ഡേറ്റിന് മുമ്പായിട്ടാണോ ഇത് സംഭവിക്കാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ, എൻ്റെ പീരീഡ് ഡേറ്റ് തെറ്റി ഡോക്ടറെ കാണിച്ചു, ഒരു 2 വീക്കൊക്കെ ആയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു സ്പോട്ട് കാണാനിട ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് 2 ഡേയ്സ് മാത്രം ഓരോ സ്പോട്ട് മാത്രമായിട്ട് കാണാനുണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയാൻ നമ്മുടെ പീരീഡ് ഡേറ്റ് തെറ്റി കുറേ ഒരു ഏകദേശം നമുക്കൊരു പിറ്റത്തെ ഒരു ഓവുലേഷൻ ടൈമൊക്കെ ആവണം, ആ ഒരു സമയമാകുമ്പോഴേക്കാണ് എനിക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കണ്ടിട്ടുണ്ടായിരുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ പീരീഡ് ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് ലൈറ്റായിട്ട് സ്പോട്ട് കാണാം എന്നുള്ളതാണ്. അതിൻ്റെ സ്പോട്ട് കാണുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ ബ്ലീഡിങ് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ബ്ലീഡിങ് കൂടുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി പീരീഡ് ആയിരിക്കും. അല്ല നമ്മൾ ബ്ലീഡിങ് ഒന്ന് കൂടുന്നില്ല, ഇത് ലൈറ്റായിട്ട് സ്പോട്ടായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് ഇരിക്കുക. കാരണം ചിലപ്പോൾ പീരീഡ് നമ്മുടെ പ്രഗ്നൻസി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൽ ഇതാണ് ഈ പറയുന്നത്. ഇത് പ്രഗ്നൻസിൻ്റെ മുമ്പായിട്ടുള്ളൊരു സിംറ്റംസ് ആയിട്ട് നോർമലി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഡേറ്റ് തെറ്റിയിട്ട് ഒരു 2 വീക്ക് ആകുമ്പോഴാണ് എനിക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് പോലെ ലൈറ്റായിട്ട് സ്പോട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമുക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും ഉണ്ടാവും. ക്ഷീണവും തളർച്ചയും എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ രണ്ടിലും ഫീൽ ചെയ്യാം. എല്ലാവർക്കും പീരീഡിന് മുമ്പായിട്ട് ഫീൽ ചെയ്യാം, അതേപോലെ പ്രഗ്നൻസിയിലും ഫീൽ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പീരീഡിന് മുമ്പായിട്ട് ഒരിക്കലും ഈ പറയുന്ന ക്ഷീണമോ ബുദ്ധിമുട്ടോ ഉണ്ടാവാറില്ല, നോർമലി ഉണ്ടാവാറില്ല. എനിക്ക് എത്ര പേർക്ക് അറിയാം, നമ്മൾ കോളേജിലേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് തോന്നില്ല, ഞാൻ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല ഭയങ്കര ക്ഷീണമാണ് തളർച്ചയാണ് പീരീഡ് ആകുമ്പോൾ, ആരും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പക്ഷെ പൊതുവെ പറയുന്നത് കേൾക്കുന്നുണ്ട്, നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസിലാണെങ്കിലും ഒരുപാട് പേര് പറയുന്നത് കേൾക്കുന്നുണ്ട് പീരീഡിന് മുമ്പായാലും ഇങ്ങനെ ക്ഷീണവും തളർച്ചയൊക്കെ തോന്നാമെന്നുള്ളത്. എനിക്കറിയില്ല, ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് പ്രഗ്നൻസിന് മുമ്പായിട്ടുള്ള
സമയത്ത് ഏർലി സൈനായിട്ട് എനിക്ക് നല്ല ക്ഷീണവും നല്ല തളർച്ചയായിരുന്നു. ഡെഫിനറ്റ്ലി ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇരുന്നിടത്ത് വരെ ഉറങ്ങിപ്പോകും ചില ആൾക്കാർ. ഇതൊന്നും എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കണമെന്നില്ല കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏർലി പ്രഗ്നൻസി സൈനായിട്ട് ഞാൻ ഇരുന്നിടത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉറങ്ങാറുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തതാണ്. എനിക്ക് ഈ ഒരു ഡിഫറൻസ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരിക്കലും പീരീഡിന് മുമ്പായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പ്രഗ്നൻസിന് മുമ്പായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. കാരണം എനിക്കിത് നന്നായിട്ട് വർക്കായിട്ടുള്ള ഒരു സിംറ്റമാണ്. കാരണം ക്ഷീണം തളർച്ച എന്നുള്ളത് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് എന്താ നോക്കാം. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് മോർണിംഗ് സിക്നെസ്. ഈ സംഭവം നമ്മൾ പീരീഡിന് മുമ്പായിട്ടും കാണാമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ആണെങ്കിലും കാണാമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പീരീഡിന് മുമ്പായിട്ട് എൻ്റെ മോർണിംഗ് സിക്നെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഏർലി പ്രഗ്നൻസി സിംറ്റംസിൽ എനിക്ക് ലൈറ്റായിട്ട് ഒരു വല്ലാത്ത പോലെ ബ്രഷ് വായിലിടുന്ന സമയത്ത് നമ്മൾക്ക് ആ സമയത്ത് ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും കേട്ടോ. ഒരു ഛർദ്ദിക്കാൻ ഫീൽ ചെയ്യുക, അങ്ങനെയുള്ളൊരു സംഭവം എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു ഒരു ഒമിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഫീൽ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ പീരീഡിന് മുമ്പായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞതിലൊന്നും മുന്നേ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല, പക്ഷെ ഇപ്പോഴത് കാണിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടോ? ഞാൻ എങ്ങനെയാണ് ചേഞ്ചസ് മനസ്സിലാക്കിയത്? കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ എല്ലാ സിംറ്റംസും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത്, പൊതുവേ പറയുന്നത് ഫുഡ് ക്രേവിങ്സും അതേപോലെ തന്നെ നമുക്ക് വൊമിറ്റിംഗ് അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നു ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും. എന്നെ സംബന്ധിച്ചിടത്തോളം പീരീഡിന് മുമ്പായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. അപ്പം വോമിറ്റിംഗ് ഉള്ള ആൾക്കാരെ എനിക്കറിയാം. അതേപോലെ തന്നെ ഫുഡൊന്നും വേണ്ട തോന്നുന്ന ഫീൽ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അത് ഒത്തിരി പേരൊന്നും ഇല്ല കേട്ടോ. ഒരു 100 ആൾക്കാരുടെ അടുത്ത് അതിൽ 1-2 പേരായിരിക്കും അങ്ങനെ ഉണ്ടാവുക. പക്ഷെ അതും നമ്മൾ ഈ പീരീഡിന് മുമ്പായിട്ട് അങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്കങ്ങനെ ഇല്ലാത്തൊരു സംഭവം ഉള്ളതാണ്. പക്ഷേ ഒരു പീരീഡിന് നമ്മുടെ പ്രഗ്നൻസിന് മുമ്പായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതൊരു പുതിയത് ഒരു സംഭവം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഫുഡ്സ് കാണുമ്പോൾ കഴിക്കാൻ തോന്നാത്ത പോലെ ഛർദ്ദിക്കാൻ വരണം എന്നുള്ളൊരു ഫീൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. വോമിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വോമിറ്റിംഗ് പീരീഡ് ഡേറ്റ് ഒക്കെ തെറ്റിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷേർലി ആയിട്ട് എനിക്ക് ഫുഡ് വേണ്ട എന്നുള്ളൊരു ഫീലും കാര്യങ്ങളും പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് അങ്ങനൊരു സൈൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് വായിലൊരു മെറ്റലിക്, നമ്മുടെ ചില്ലറ പൈസയൊക്കെ വായിലിട്ടാൽ എങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലേ, നമ്മൾ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു പീരീഡ് മുമ്പായിട്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പീരീഡ് ആയിരിക്കില്ല, നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു ഏർലി സൈൻ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ലൈഫിൽ നമ്മളുടെ ഒരു റിസൾട്ട് അല്ല കേട്ടോ. നമ്മൾ ഏകദേശം എല്ലാവരും ഒരു ക്യൂരിയോസിറ്റിക്ക് കാണുന്ന കാര്യങ്ങളായിരിക്കും ഇത്. പക്ഷെ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ഹോപ്പ് കൊടുത്തിട്ട് വിഷമിക്കാൻ പാടില്ല ഇതിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഇതാണ് ഞാനിതുകൊണ്ട് ജെന്യുവനായിട്ട് എനിക്കുണ്ടായിരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. കാരണം തമ്മിലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം ഉണ്ടാവാം. കാരണം ഒരു ഫുഡ് ക്രേവിങ്സ് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് ഫുഡ് വേണ്ട എന്ന് തോന്നിയ ഒരു വോമിറ്റിംഗ് ഒരു ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും പീരീഡ്സിന് മുമ്പായിട്ടും ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണലി 1-2 ഫ്രണ്ട്സിന് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളുടെ ഏർലി പ്രഗ്നൻസീസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഒരു വേണ്ടായിട്ട് തോന്നുക, അല്ലെങ്കിൽ ഫുഡിനോട് ഭയങ്കരമായിട്ടുള്ള ആർത്തി. എനിക്ക് 2 ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഫുൾ വേണ്ട എന്തുകൊണ്ടെന്നാലും ഒരു ഛർദ്ദിക്കാൻ തോന്നുന്നതാണ്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് വേണ്ടാന്നൊരു തോന്നലുണ്ട്, പക്ഷെ എന്ത് കിട്ടിയാലും വയറ് നിറച്ച് കഴിക്കും. കാരണം ഒരു കൊതിയും കൂടി ഉണ്ടായിരുന്നു. രണ്ടും കൂടെ മിക്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആട്ടോ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും പ്രഗ്നൻ്റ് ആണെങ്കിൽ എന്ന് പറയുന്നു. പീരീഡ്സിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല എന്ന് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പൊതുവെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ പീരീഡിന് മുമ്പായിട്ടും എൻ്റെ ടെമ്പറേച്ചർ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഏർലി പ്രഗ്നൻസി സൈനായിട്ടും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് പക്ഷെ പ്രോപ്പറായിട്ട് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഹോർമോൺ ചേഞ്ചസ് ആണ് സംഭവം. അപ്പം അങ്ങനെയും ചിലപ്പോൾ ഫീൽ ചെയ്യട്ടോ. ചില ആൾക്കാർക്ക് ഒരു ടെമ്പറേച്ചർ ചേഞ്ച് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രഗ്നൻസിയിലും അങ്ങനെ നമ്മളൊരു ബേർത്ത് സംഭവിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ലാസ്റ്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ പീരീഡിലും ഈ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഏർലി സിംറ്റംസ്, ഈ 2 സിംറ്റംസിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വ്യത്യാസങ്ങളൊക്കെ വളരെ കുറവാട്ടോ. രണ്ടിലും
ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസുകളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഞാൻ ചില ചേഞ്ചസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി ചിലപ്പം ഇതൊരു പ്രഗ്നൻസിക്ക് മുമ്പായിട്ടായിരിക്കാം എന്നുള്ളത്. എന്നാലും പ്രോപ്പറായിട്ട് കുറഞ്ഞു വരുന്നത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ഏകദേശം സെയിം ആണ്. രണ്ടിലും ഒരു സിംറ്റംസ് കാണിക്കുന്നത് നമ്മളുടെ ബ്രസ്റ്റിൽ പെയിൻ ആണെങ്കിലും ചിലപ്പോൾ കാലുവേദനകൾ ഉണ്ടാവും, പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവാം. അത് രണ്ടിലും ബാക്ക് പെയിൻ ഉണ്ടാവും. നമ്മുടെ പീരീഡ് ആവാൻ പോകുന്നതിന് മുമ്പായ ബാക്ക് പെയിൻ ഉണ്ടാവാം, അല്ല ബേബി നമ്മളെ വാവ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ സെയിം ആയിരിക്കാം. ചില ചേഞ്ചസുകളാണ് ഉണ്ടാവുക. നമ്മൾ കുറേ ഒബ്സർവ് ചെയ്തിട്ട്, ഇപ്പം എനിക്കിതിവിടെ നിന്ന് പറയാൻ പറ്റിയത് ഞാൻ 2 പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഒബ്സർവേഷൻ ഉണ്ട്. കാരണം ഈ 2 പ്രഗ്നൻസിയും എൻ്റെ പീരീഡും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കൊക്കെ അത് ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ചേഞ്ചസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ രണ്ടിലും ഏകദേശം ഒരുപാട് സിംറ്റംസ് നമുക്ക് സ്ത്രീകൾക്ക് കാണാം. കാരണം രണ്ടിലും ഹോർമോൺ ചേഞ്ചസ് ആണ്. അപ്പം ഇതൊക്കെ ആലോചിച്ച് ബോധേഡായി വറിയായിട്ട് ആരും ഇരിക്കരുത്. നമ്മൾ എല്ലാവരും ഇപ്പോൾ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൊക്കെ പറയാനുള്ളത്, നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ബേബി നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് വിഷമിക്കാനൊന്നും പാടില്ല. ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ബേബി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാനും മറക്കരുത്.